കുറച്ചൊന്ന് തോർന്നു നിൽക്കുന്ന സമയമാണ്. നമുക്ക് നിലമ്പൂരിലെ ഉൾനാടുകളിൽ ഒന്ന് കറങ്ങി വരാം എന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമസ്കാരം. ഇലക്ഷന്റെ ഒരു കൂടുതലൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നല്ല കട്ടക്ക് മത്സരമല്ലേ ഇവിടെ നടക്കണേ. ആര് ജയിക്കും? ഇവിടെ സ്വരാജ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. സ്വരാജ് ജയിക്കുള്ളൂ. സ്വരാജ് എവിടെയും കളിക്കും. നെയ്മറും പിന്നെ എന്താ പറയാ നമ്മളെ മെസ്സി പോലെ ഗ്രൗണ്ട് ഇട്ടാൽ മതി, എവിടെയും കളിക്കും. പടവറം പാലത്തിന്റെ അപ്പുറം കേരളമുണ്ട്, പോയിട്ട് കളിക്കാൻ പറയും. ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ ഗ്രൗണ്ട് ഉണ്ടല്ലോ. എല്ലാവർക്കും സ്വരാജ് ജയിക്കുന്നതാണ് അഭിപ്രായം. വേറെ അഭിപ്രായമുള്ള ആൾക്കാരൊന്നും ഇല്ല. ആരാണ് ചോക്കത്ത് ജയിക്കും? പുഷ്പം പോലെ ജയിക്കും. പൂ പോലെ ജയിക്കും, പുഷ്പം പോലെ ജയിക്കും. മുനിസിപ്പാലിറ്റിയിൽ കൂടി വോട്ടിട്ടില്ല. അതുപോലെ കാഴ്ചപ്പാടാണ്, കിട്ടൂലെന്ന്. അതുപോലെ മോഹമാണ്, വ്യാമോഹമാണ്. അതുപോലെ അത് നടക്കൂല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതന്നെ നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യമേ അൻവറാണ് മത്സരിച്ചത്. അൻവർ തവണ വേറെ മത്സരിക്കുക. അത് കുഴപ്പമില്ല. ഞങ്ങൾ പാർട്ടി നല്ല സപ്പോർട്ട് കൊടുത്തിട്ടാണ് അൻവർ ജയിച്ചത്. അല്ലാതെ അൻവറിന് സ്വന്തമായിട്ട് വോട്ടില്ല. സ്വന്തമായിട്ടുണ്ട്. ഇവിടെ 3500 വോട്ടുണ്ട്. ആ 3500 വോട്ടും കൊണ്ട് അൻവർ ഇവിടെ വന്ന് ബാക്കി പാർട്ടിന്റെ വോട്ട് ഉണ്ടാക്കി കൊടുത്താ. അല്ല, അൻവറിന് ഫാൻസ് ഒന്നുമില്ല. അതാണ്. അൻവർ ഒരു 30,000 വോട്ടേലും ഇവിടെ പിടിക്കും. പിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് ഇവിടെ അൻവർ വരും എന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. രാഷ്ട്രീയം ഒരു തരത്തിലൊരു ലോട്ടറി ആണല്ലോ. ആർക്കായിരിക്കും ഭാഗ്യം? ബാപ്പുട്ടിക്ക് തന്നെയാണ്. ബാബുട്ടിക്കാണ് ഭാഗ്യം. അത്രേ ഉള്ളൂ. എന്താ തെരഞ്ഞെടുപ്പിന്റെ വർത്താനം? ഷൗക്കയിക്കും. ഷുവറല്ലേ? ആ നിൽക്കുന്ന ഫുള്ള് പാർട്ടിക്കാരാ പോലെ ഇങ്ങനെ ഷോക്ക് കഴിക്കുന്നു പറയാം. ഇതിപ്പോ ചുങ്കത്തറ അങ്ങാടിയാണ്. കുറച്ചുകൂടി ഒന്ന് നടന്നു നോക്കാം. ആളുകൾ കൂടുതലായിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കി നോക്കാം. മത്സ്യക്കടയാണ് അല്ല. ഇടയ്ക്ക് മീൻ വാങ്ങുന്നത് ആളുകൾ കുറച്ചിരുന്നു. മറ്റേ കണ്ടെയ്നർ അപകടത്തെ തുടർന്നൊക്കെ കേട്ടിരുന്നു. അതൊക്കെ മാറി. ആൾക്കാർ മീൻ വാങ്ങുന്നുണ്ടോ? എന്താ ഇലക്ഷന്റെ വർത്താനൊക്കെ എന്താ? നമസ്കാരം. എന്തുണ്ട് ഇലക്ഷന്റെ ഒക്കെ വർത്താനം? ആർക്കാ ഇവിടെ ഒരു മുൻതൂക്കം? അൻവറിനെ കാണുന്നുണ്ട്. അൻവറിനാണ് വോട്ട് ചെയ്യാ? കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അൻവർ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തു കുറെ. അൻവറിനെ ഇഷ്ടമാണ്. ഓ തീർച്ചയായിട്ടും. അപ്പൊ അൻവറിനായിരിക്കും ഇത്തവണ വോട്ടെന്ന് ഞാൻ വിചാരിക്കാം. വോട്ട് അങ്ങനെ ആർക്ക് കൊടുക്കുന്നു ചോദിക്കാൻ പാടില്ല. എന്നാലും തീർച്ചയായിട്ടും അൻവറിനും ഉണ്ട് ഫാൻസ്. ഇത് വരികയാണ്. അപ്പോൾ ഷൗക്കത്തിന്റെ പേര് കണ്ടു, അൻവറിന്റെ പേര് കണ്ടു, സ്വരാജിന്റെ പേര് കണ്ടു. കൂടുതൽ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. ഏകപക്ഷീയമല്ല നിലമ്പൂരിൻ്റെ മത്സരം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ ഈ അങ്ങാടിയിൽ 4 തവണ നടന്നപ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. വളരെ വളരെ ശക്തമായ ഒരു മത്സരം നിലമ്പൂരിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം.